ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഈ മഴക്കാലം തുടങ്ങിക്കഴിഞ്ഞാൽ ഒരുവിധം എല്ലാ ചെടികളെയും ബാധിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ ഫംഗസ് ബാധ. ഫംഗസ് ബാധ കൊണ്ടുണ്ടാകുന്ന അസുഖങ്ങൾ, ഇത് മുന്തിരിവള്ളി, ഇതിൻ്റെ ഇലകൾക്കൊക്കെ അത് ബാധിക്കുന്നുണ്ട്. പിന്നെ റോസാ ചെടി, അതിൻ്റെ ഇലകളിൽ വരുന്ന യെല്ലോ ഡോട്ട്സ്, ബ്ലാക്ക് ഡോട്ട്സ്, പിന്നെ പച്ചക്കറികൾക്കും ഇതേ പ്രശ്നമുണ്ട്. ഈ മഴക്കാലമാകുമ്പോഴാണ് ഇത് രൂക്ഷമായിട്ടുണ്ടാവുക. അതുകൊണ്ട് മഴക്കാലം തുടങ്ങുന്നതിൻ്റെ മുമ്പ് ഏതാണ്ട് ജൂൺ മാസം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മൾ അതിനുള്ള പ്രതിവിധി ചെയ്തു കൊടുക്കണം. അല്ലെങ്കിൽ നമ്മൾ ഈ ചെടികളൊന്നും ഉദ്ദേശിച്ച രീതിയിൽ വളരില്ല, ഒരു വളർച്ച മുരടിപ്പ് വരും. ഈ പറഞ്ഞ പ്രശ്നം വളരെ രൂക്ഷമായി ബാധിക്കുന്ന ഒരു ചെടിയാണ് വിയറ്റ്നാം സൂപ്പർ ഏർലി എന്ന് പറഞ്ഞ പ്ലാവ്. ഇതിന് ഫംഗസ് ബാധിക്കുന്നത് വേരുകളിലാണ്. അത് നമ്മൾ പരിചരണം കൊടുത്തില്ലെങ്കിൽ വളർച്ച മുരടിപ്പ് മാത്രമല്ല, ഈ മരം തന്നെ ഉണങ്ങിപ്പോകും. അപ്പോൾ മഴക്കാലം തുടങ്ങുന്ന സമയത്ത് തന്നെ ഒരു 5 ഗ്രാം ഈ സാഫ് എടുത്തിട്ട് ഒരു 5 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് അതിൻ്റെ ചുവട്ടിൽ വേരുകൾ നനയുന്ന തരത്തിൽ ഒഴിച്ചു കൊടുക്കുക മഴയുടെ തുടക്കത്തിൽ. അതിനുശേഷം ഒരു 3 മാസം കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം കൂടി അത് ആവർത്തിക്കണം. കഴിഞ്ഞ വർഷം ഉണങ്ങിപ്പോയ ഒരു കൊമ്പാണിത് പ്ലാവിൻ്റെ. പെട്ടെന്ന് തന്നെ സാഫ് കലക്കി ചുവട്ടിൽ ഒഴിച്ചു കൊടുത്ത് അതുകൊണ്ട് ബാക്കിയുള്ള ഭാഗം രക്ഷപ്പെട്ടു. സാഫ് എന്ന് പറയുന്നത് ഒരു ബ്രാൻഡ് നെയിമാണ്, ഫംഗിസൈഡാണ്. അത് കാണാം. അപ്പോൾ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകുന്ന ഒരു ഉൽപ്പന്നമാണ് ഈ സാഫ്. എല്ലാ കർഷകരും കയ്യിൽ കരുതി വെക്കേണ്ട ഒന്ന് തന്നെയാണ്. ഒരു പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ വായു കടക്കാത്ത രീതിയിൽ അടച്ച് ഭദ്രമാക്കി വെക്കണം. അധികം ഹാംഫുൾ അല്ലാത്ത ഒരു ഗ്രീൻ കാറ്റഗറിയിൽ വരുന്ന ഒരു ഫംഗിസൈഡ്. ഇതൊരു കോണ്ടാക്റ്റ് ഫംഗിസൈഡാണ്, പിന്നെ സിസ്റ്റമിക് ഫംഗിസൈഡും കൂടിയാണ്. അതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ വേരിൽ കൊടുത്താൽ മതി, എന്നാൽ അതിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും അതിൻ്റെ ഒരു പ്രൊട്ടക്ഷൻ കിട്ടും. പ്രത്യേകിച്ചും പച്ചക്കറികൾക്കെല്ലാം അതാണ് നല്ലത്, വേരുകളിൽ കൊടുക്കുന്നതാണ് നല്ലത്. ഇത് ഉപയോഗിക്കുമ്പോൾ ഒരു 2 ഗ്രാം എടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഇതുപോലെ സ്പ്രേ ബോട്ടിലെടുത്ത് ചെടികളുടെ ഇലയുടെ 2 വശത്തും നല്ല രീതിയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. മഴയില്ലാത്ത കാലാവസ്ഥയാണെങ്കിൽ 2 ആഴ്ച ഇടവേളകളിൽ ഇങ്ങനെ ചെയ്തു കൊടുക്കാം. മഴക്കാലമാണെങ്കിൽ ഇടവേളകളൊന്നും നോക്കേണ്ട കാര്യമില്ല, മഴേൻ്റെ കാഠിന്യത്തിനനുസരിച്ച് കൂടെ ചെയ്തു കൊടുക്കുക. ഇപ്പോൾ ജൂൺ പാതിയായി. ഞാനിത് മഴ തുടങ്ങുന്ന സമയത്ത് തന്നെ സ്പ്രേ ചെയ്തുകൊണ്ടാണ് ഇത്രയും ഇലകളൊക്കെ ബാക്കിയായിട്ട് കിട്ടിയത്. കഴിഞ്ഞ വർഷം ഈ സമയം ഇതൊക്കെ കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു.
ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കുക, കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്രയും നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.